ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ സ്കൂളൊക്കെ തുറന്നല്ലേ. സ്കൂളൊക്കെ തുറന്നു, കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയി തുടങ്ങി. അപ്പൊ നമുക്കറിയാം, ഒരു കുട്ടീനെ സ്കൂളിലേക്ക് ആദ്യമായിട്ടൊക്കെ വിടുന്ന കുട്ടികളെ കുറിച്ച് ചിന്തിക്കുമ്പോഴും മാതാപിതാക്കൾ അവരെ കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കാണും. കൂട്ടുകാരെ, അവർക്ക് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മക്കളെ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളെ കുറിച്ചുണ്ട്. അല്ലെങ്കിൽ 10ലും 12ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ കാണാം. അപ്പൊ എല്ലാവരെ കുറിച്ച് നമ്മൾ എന്താണ് സ്കൂളിൽ പോകുന്നതാണ്, നമ്മൾ നന്നായിട്ട് പഠിക്കണം, നമ്മുടെ വിദ്യാഭ്യാസ മേഖല നല്ല വിജയം കൈവരിക്കണം, നല്ല ഭാവി ജീവൻ നന്നായിട്ട് തീരണം എന്ന ബോധ്യത്തോടുകൂടി നമ്മൾ സ്കൂളിലേക്ക് പോകുക. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഈ സ്കൂളിലേക്കൊക്കെ പോയി ആധുനികതയുടെയൊക്കെ ഭാഗമായിട്ട് ചില മേഖലകളിൽ പരാജയങ്ങൾ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മളെ ശക്തിപ്പെടുത്തുന്ന എല്ലാ സ്റ്റുഡൻസിനും പറ്റിയ ഒരു വചനമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഏതൊക്കെ മേഖലയുടെ തോൽവികൾ നമ്മൾ കടന്നു വരുന്ന? ഒന്നാമത്തെ തോൽവി പാപത്തിന്റെ മേഖലയിലുള്ള തോൽവികൾ കടന്നു വരും. പാപം നമ്മളെ കടന്നു വരും, നമ്മുടെ ജീവിതത്തിൽ അതുവഴിയായിട്ട് നമ്മുടെ ആധ്യാത്മികമായ ജീവിതത്തിൽ തോൽവി സംഭവിക്കും. അടുത്തതാണ്, നമുക്കറിയാം, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയ അമിതമായ അഡിക്ഷൻ, അല്ലെ? അഡിക്ഷൻ നമുക്കറിയാം, സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത് എന്നല്ല പറയുന്നത്. അഡിക്ഷനിലേക്ക് വന്നു കഴിയുമ്പോൾ പഠനമൊന്നും കൃത്യമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥയിലേക്ക് കടന്നു വരും. പിന്നെ എന്താണ്? പിയർ പ്രഷർ, അല്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല, ഞാൻ വീക്കാണെന്നുള്ള തോന്നൽ. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. നിങ്ങളുടെ ചിന്തയെ നമ്മുടെ മനസ്സിൽ നമ്മൾ മാറ്റിക്കളയണം. അപ്പൊ ഇങ്ങനെയുള്ള മേഖലകളിൽ നിന്നൊക്കെ നമ്മൾ ശക്തിപ്പെടുത്തുന്ന സ്റ്റുഡൻസിന് പറ്റിയൊരു വചനമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോവുക. ജോഷുവയെ ശക്തിപ്പെടുത്തിയ വചനമാണ്. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വചനങ്ങൾ. വചനം എങ്ങനെയാണ്? നിന്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റിയല്ല. ആർക്കും നിന്നെ തോൽപ്പിക്കാനായിട്ട് സാധിക്കില്ല. വചനം പറയാണ്, നിന്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. ഒരു ശക്തികൾക്ക്, പാപത്തിന്റെ ആയിക്കോട്ടെ, അഡിക്ഷന്റെ ആയിക്കോട്ടെ, പിയർ പ്രഷറിന്റെ, ഒരു ശക്തികൾക്കും നിന്നെ തോൽപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. മോശയുടെ കൂടെ എന്നതുപോലെ ഞാനും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. എന്താണ് മോശയുടെ കൂടെയുള്ള അവസ്ഥ? മോശയുടെ കൂടെയുള്ള അവസ്ഥ അറിയണമെങ്കിൽ പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ ദുർബലനായ മോശയെ ദൈവം വലിയ ഉത്തരവാദിത്തം കൊടുക്കുകയാണ്. ഈജിപ്തിൽ നിന്ന്, ശക്തനായ ഫറവോയിൽ നിന്ന് തന്റെ ജനമായ ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തേക്ക് വഴി നടത്തുവാൻ മോശ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നില്ല. അപ്പൊ ദൈവമായ കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ആ ദുർബലനായ മോശയെ കുറിച്ച് നിയമാവർത്തന പുസ്തകം പറയുകയാണ്, മോശയെ പോലെ ശക്തനായ ഒരു നേതാവിനെ ഇസ്രായേൽ ജനം കണ്ടിട്ടില്ല, ഇനിയോട്ട് കാണത്തുമില്ല. ഒരു സ്നേഹമുള്ളവരെ, നമ്മുടെ കുറവുകളിലേക്ക് ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി കടന്നു വരുമ്പോൾ, ദൈവത്തിന്റെ കരങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹമായിട്ട് മാറും. മോശയെ പോലെ നമ്മളും ശക്തരായിട്ടുള്ള വ്യക്തിത്വങ്ങളായിട്ട് മാറുമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തിയാണ് സ്നേഹമുള്ള കൂട്ടുകാർ. അതിനുശേഷം വചനം പറയുന്നു, ഞാൻ ഒരിക്കലും നിന്നെ കൈവിടുകയില്ല, ശക്തനും ധീരനുമായിരിക്കുക. എന്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുക. നമുക്ക് സാധാരണ കുട്ടികളൊക്കെ ആയിരിക്കും നിയമങ്ങൾ അനുസരിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ. എന്താണ് സ്കൂളിലെ നിയമങ്ങൾ എന്തിനാ വെച്ചിരിക്കുന്നത്? നമ്മുടെ നന്മയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന നിയമങ്ങളാണ്. നമുക്കൊരു സ്കൂൾ എന്ന് പറഞ്ഞൊരു പുസ്തകം പഠിക്കുന്നത് മാത്രമല്ല, ഒരു കുട്ടിയുടെ അവന്റെ ജീവിതത്തിന്റെ ആരംഭ കാലഘട്ടങ്ങളിൽ പ്രധാന നിമിഷങ്ങൾ ചെലവഴിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും. അതിനുവേണ്ടിയാണ് നിയമങ്ങൾ വെച്ചിരിക്കുന്നത്. വചനം പറയാണ്, നിന്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും നീ അനുസരിക്കണം. അതിൽ നീ ഇടം വലം വ്യതിചരിക്കുക, അതിൽ ഒരു കോംപ്രമൈസും ചെയ്തേക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞു പറ്റും, നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും. നിനക്ക് വിജയം ഉണ്ടാകണമെങ്കിൽ നീ നിയമങ്ങൾ, സഭയുടെ നിയമങ്ങൾ, സമൂഹത്തിന്റെ നിയമങ്ങൾ, സ്കൂളിന്റെ നിയമങ്ങൾ എല്ലാം നമ്മൾ പാലിക്കാനായിട്ട് ബാധ്യസ്ഥരാണെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. അതിനുശേഷം പറയുകയാണ്, ന്യായപ്രമാണ ഗ്രന്ഥം, ദൈവത്തിന്റെ വചനം എപ്പോഴും നിന്റെ അത്തരത്തിൽ ഉണ്ടായിരിക്കണം. അത് നീ വായിക്കണം, അതിനെക്കുറിച്ച് നീ രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ അതിനുശേഷം പറയാണ്, അതിനെക്കുറിച്ച് നീ രാവും പകലും നീ ധ്യാനിച്ചു എന്ത് പറ്റും? അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരികയും ചെയ്യും. നിന്റെ ജീവിതത്തിൽ അബണ്ടൻസ് ഉണ്ടാകും, അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് വചനം ഓർമ്മപ്പെടുത്തുക. അവസാന വചനം പറയുകയാണ്, ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്തതെന്ന് നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നീ പോകുന്ന സ്ഥലത്ത്, നിന്റെ സ്കൂളിൽ പഠിക്കാനായിട്ട് പോകുമ്പോൾ, കളിക്കാനായിട്ട് പോകുമ്പോൾ, നീ പരീക്ഷ എഴുതാനായിട്ട് പോകുമ്പോൾ നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട് എന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ ലോകം മുഴുവനുമുള്ള എല്ലാ കുട്ടികളെയും ഇതാങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മോശയുടെ കൂടെ അങ്ങായിരുന്നത് പോലെ എല്ലാ മക്കളുടെ കൂടെയും അങ്ങായിരിക്കണമേ. ഈ ആധുനിക ലോകത്തിലെ എല്ലാ പരാജയ മേഖലകളിൽ നിന്നും അവരെ കൈപിടിച്ചുയർത്തണമേ. വിജയത്തിന്റെ പാതയിലേക്ക് അവരെ വഴി നടത്തണമേ. നിയമങ്ങൾ അനുഷ്ഠിക്കുവാനും പാലിക്കുവാനും, അങ്ങയുടെ വചനം ശ്രവിക്കുവാനും, വചനം പഠിക്കുവാനും, ധ്യാനിക്കുവാനും അവരെ ശക്തിപ്പെടുത്തണമേ. അവർ പോകുന്ന ഓരോ സ്ഥലങ്ങളിലും അവരുടെ കൂടെ വസിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Press the bell icon on the YouTube app and never miss another update.